കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച 4 മലയാളികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. കണ്ണൂർ കുറവ സ്വദേശി അനീഷിന്റെ സംസ്കാരം അല്പസമയത്തിനകം പയ്യാമ്പലത്ത് നടക്കും. ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസിന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. പന്തളം സ്വദേശി ആകാശിന്റെ സംസ്കാരം ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ്. പുനലൂർ സ്വദേശിയായ സാജൻ ജോർജിന്റെ അന്ത്യകർമ്മങ്ങൾ നരിക്കൽ മാർത്തോമ ചർച്ചിൽ ഉച്ചയ്ക്ക് 12:30 ആരംഭിക്കും. നാട്ടിലേക്ക് വരാൻ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു അനീഷ്. ഇനി ഒരു തിരിച്ചുപോക്ക് ഇല്ലാത്ത വിധം പ്രവാസ ലോകത്ത് നിന്ന് അനീഷ് കുമാറിന്റെ ചേതനയറ്റ ശരീരമാണ് മടങ്ങിയെത്തിയത്. നാട്ടിലെ അവധിക്ക് ശേഷം ഈ കഴിഞ്ഞ മാസം 16-നാണ് അനീഷ് തിരിച്ചുപോയത്. 25 വർഷമായി തുടരുന്ന പ്രവാസ ജീവിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും എന്ന് കഴിഞ്ഞ തവണ പോലും വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഫെലിക്സ് അവിടെ നിന്ന് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ നെഞ്ച് പൊട്ടിക്കരയുകയാണ്. ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നും അറിയാതെ പ്രയാസപ്പെടുന്ന ബന്ധുക്കൾ. 20 വർഷം നീണ്ട 2 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലെത്താൻ ആലോചിക്കുമ്പോഴാണ് അനീഷിന്റെ വിയോഗം എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോൾ മൃതദേഹം വീട്ടിൽ നിന്നും പയ്യാമ്പലത്തെ പൊതുശ്മശാനത്തിലേക്ക് എത്തിക്കും. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിന് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം 1 മാസം മുൻപാണ് ലീവിനെത്തി തിരികെ ഈ അനീഷ് കുവൈറ്റിലേക്ക് മടങ്ങിയത്. ആ സമയത്താണ് തിരികെ അതായത് നാട്ടിലേക്ക് പ്രവാസി അവസാനിപ്പിച്ച് വരാൻ ഒരു ആലോചന ഉണ്ടായിരുന്നത്. എന്നാൽ ഒരിക്കൽ കൂടി പോയി വരാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് കുവൈറ്റിലേക്ക് പോവുകയും ചെയ്യുന്നത്. നാട്ടിൽ ബസ് കണ്ടക്ടറായിരുന്നു. പിന്നീട് 20 വർഷമായി കുവൈറ്റിലാണ് ജോലി ചെയ്ത് വന്നിരുന്നത്. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വേദന ഉളവാക്കുന്ന വിയോഗം തന്നെയാണ്. ഈ 1 മാസം മുൻപ് വരെയും കണ്ടയാൾ മടങ്ങി വരുമ്പോൾ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ആ വേദന ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറമാണ് എന്നതാണ്. ഏതായാലും സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ അടക്കമുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയത്തിനകം മൃതദേഹം വീട്ടിൽ നിന്നും പയ്യാമ്പലത്തേക്ക് എത്തിക്കും. ഏതായാലും കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവൻ കൂടിയായിരുന്നു അനീഷ്. ഈ അവധി സമയത്തൊക്കെ വീട്ടിലെത്തുമ്പോൾ നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ദുരന്തത്തിൽ വിട പറയുന്നത് എന്നതാണ്. തീർച്ചയായും കുടുംബത്തിന്റെ ഒരു അത്താണിയായിരുന്നു. കുടുംബത്തിന്റെ ഈ 2 മക്കൾ 2 പേരും, അതിലൊരാൾ വിദ്യാർത്ഥിയാണ്, മറ്റൊരാൾ ജോലിയിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ. 20 വർഷമായി പ്രവാസ ലോകത്ത് ജീവിച്ച് സ്വരുക്കൂട്ടിയ സമ്പാദ്യം വെച്ച് നല്ലൊരു വീടൊക്കെ പണിത് നാട്ടിലേക്ക് തിരികെ എത്തി ഇവിടെ വിശ്രമ ജീവിതം നയിക്കാൻ ആലോചിക്കുമ്പോഴാണ് ഈ അനീഷ് കുമാറിന്റെ വിയോഗം എന്നതാണ് ഏറ്റവും സങ്കടകരവും ദുഃഖകരമായ കാര്യം. അതിലും അല്പസമയത്തിനകം പയ്യാമ്പലത്തെ പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹം ഇവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇനി